ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വായനാ വസന്തം. മാൻകാട് പഞ്ചായത്തിലെ 6 LP സ്കൂളുകൾ പുസ്തക ശേഖരണം നടത്തി. കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം ചുവടെ നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കൂളും 6 സ്കൂളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവ ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏത്? ഇതിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുള്ളത് ഏതാണ്? 901 അല്ലേ, അഥവാ മയിൽമേട് ഗവൺമെൻറ് LP സ്കൂളിലാണ്. അപ്പോൾ 901. അപ്പോൾ ഏത് സ്കൂളാണിത്? മയിൽമേട് ഗവൺമെൻറ് LP സ്കൂൾ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി പുസ്തകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ താഴെ 901 എന്നും എഴുതി കൊടുക്കണം. ഇനി പുസ്തകങ്ങളുടെ എണ്ണത്തെ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ വലുത് എന്ന് പറയുന്നത് 901 അടുത്ത ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ചെറുത് എന്ന് പറയുന്നത് 507 അതിനും താഴെയുള്ളത് 494, അതിന് താഴെയുള്ളത് 420, പിന്നെ 356, 283. അങ്ങനെയാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്. ഇനി മീനുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിലെ അവസാനത്തെ പുസ്തക നമ്പർ 615. ഇപ്പോൾ കിട്ടിയ 10 പുസ്തകങ്ങൾക്ക് തുടർന്നുള്ള നമ്പർ നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 615 കഴിഞ്ഞാൽ 616, 17, 18, 19, 20, 21, 22, 23, 24 എന്ന് പറഞ്ഞുകൊണ്ട് 10 വരെയുള്ള നമ്പറുകൾ എഴുതുക. ഇനി 7 നൂറുകളും 5 ഒന്നുകളും ചേർന്ന സംഖ്യ ഏത്? 7 100. അപ്പോൾ 100ന്റെ സ്ഥാനം നമുക്ക് കിട്ടി 7. ഇനി 10ന്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 0. പിന്നെ 1ന്റെ സ്ഥാനം പറയുന്നത് 5. അങ്ങനെയാകുമ്പോൾ 7 0 5 എന്താണ്? 705. അപ്പോൾ 705 ആ സംഖ്യ എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 2 ബലൂൺ റൈഡാണ്. ഇവിടെ കുറേ ബലൂണുകൾ കൊടുത്തിട്ടുണ്ട്. 1000, 1, അഥവാ 10 അങ്ങനെയുള്ള ഓരോ ബലൂണുകൾ കൊടുത്തിട്ടുണ്ട്. ചോദ്യം നമുക്ക് നോക്കാം. ബലൂൺ റേസ് മത്സരത്തിൽ കുട്ടികൾക്ക് കിട്ടിയ പോയിന്റ് നോക്കൂ. ബലൂണുകൾക്ക് നിറം നൽകൂ. അഥവാ ആദിലിന് കിട്ടിയത് 3472. അപ്പം 3000 എന്ന് പറയുമ്പോൾ 3000 ആണല്ലേ. അപ്പം 3000ന് പോയിട്ട് മഞ്ഞ കൊടുക്കുക. അതുപോലെ തന്നെ 400 ഉണ്ടാവും, അതിനും മഞ്ഞ കൊടുക്കുക. 7 10 ഉണ്ടാവും, അതിനും മഞ്ഞ കൊടുക്കുക. 2 1 ഉണ്ടാവും, അതിനും മഞ്ഞ കൊടുക്കുക. അങ്ങനെ തന്നെ ജാസ്മിൻ്റെയും ചെയ്യേണ്ടത് 4000ന് റോസ് കൊടുക്കുക, 5 100ന് റോസ് കൊടുക്കുക. പിന്നെ 0 10 ആണല്ലേ, 10ന്റെ സ്ഥാനത്ത് 0. അപ്പോൾ അതിനും റോസ് കൊടുക്കുക. 8 1 അതിനും റോസ് കൊടുക്കുക. അങ്ങനെ തന്നെ ആദ്യത്തിൻ്റെയും ചെയ്യേണ്ടത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വലിയ ഒരു 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ദിയ 1000 100 10 1 എന്നീ ബലൂണുകൾ ഓരോന്ന് വീതം എടുത്തു. എങ്കിൽ ദിയ ഉണ്ടാക്കിയ സംഖ്യ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ ഒരു 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദിയ 1000 100 ഒക്കെ എടുത്തത്. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത്? ഏതായിരുന്നു? പറയൂ. 9999. അതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. ഇനി ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയോ? അതാണ് 1000 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് 1000. ഇനി പ്രവർത്തനം 3 ഗൃഹസന്ദർശനമാണ്. ആതിര ടീച്ചർ ഞായറാഴ്ച രാവിലെ 9:30 സ്കൂളിൽ നിന്നും കുട്ടികളുടെ ഗൃഹസന്ദർശനത്തിനായി ഇറങ്ങി. 9:30 ഇറങ്ങിയത്, രാവിലെയാണ്. കുട്ടികൾ നോട്ട് ചെയ്യണം. 10 മണിക്ക് ക്ലോക്കിൽ സമയം വരച്ചു ചേർക്കുക. സാനിയയുടെ വീട്ടിലെത്തി. അവിടെ അരമണിക്കൂർ ചെലവഴിച്ചു. അപ്പോൾ ഈ 10 മണിയാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. അപ്പോൾ മണിക്കൂറിൻ്റെ സൂചി 10-ലായിരിക്കും, മിനിറ്റിൻ്റെ സൂചി 12-ലും. ഓക്കെ, ഇനി ഡാഷിന് ക്ലോക്കിലെ സമയം എഴുതുക. ആനന്ദിൻ്റെ വീട്ടിലെത്തി. എത്രയാണ് സമയം? 10:45 അല്ലേ. 10:45 അഭിനന്ദിൻ്റെ വീട്ടിലെത്തി. ഇനി സി 11:25 ക്ലോക്കിൽ സമയം വരച്ചു ചേർക്കുക. അനീറ്റയുടെ വീട്ടിലെത്തി. അപ്പോൾ 11:25 വരക്കണം. അപ്പോൾ മണിക്കൂറിൻ്റെ സൂചി 11-ലായിരിക്കും. മിനിറ്റിൻ്റെ സൂചി എന്ന് പറയുന്നത് 25 ആയതുകൊണ്ട് 5-ലായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത്, പിന്നീട് അനു, വിനു, റിയ എന്നിവരുടെ വീടുകൾ കൂടി സന്ദർശിച്ച് ഉച്ചയ്ക്ക് 1:30 സ്കൂളിൽ തിരിച്ചെത്തി. ടീച്ചർ ഗൃഹ സന്ദർശനത്തിന് ആകെ എത്ര സമയമെടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9:30 തുടങ്ങി 1:30 അവസാനിച്ചു അല്ലേ. അപ്പോൾ 9:30 കഴിഞ്ഞാൽ 10:30, 11:30, 12:30, 1:30 4 മണിക്കൂറാണ് ടീച്ചർ എടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രവർത്തനം 4 സ്വാതന്ത്ര്യ ദിനാഘോഷം. ഓഗസ്റ്റ് 2022 കലണ്ടർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അത് ഏത് ദിവസമാണ്? തിങ്കളാഴ്ച ദിവസമാണ് അല്ലേ. അപ്പോൾ അവിടെ തിങ്കൾ എന്ന് എഴുതി കൊടുക്കണം. ഇനി 2022 സെപ്റ്റംബർ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകൾ ഉണ്ട് എന്ന് നമ്മൾ ഈ ഒരു ഓഗസ്റ്റിലെ കലണ്ടർ നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1-ാം തീയതി വരുന്നത് ഏത് ദിവസമാണ്? 1-ാം തീയതി വരുന്നത്
വ്യാഴാഴ്ചയാണ് അല്ലേ, 1-ാം തീയതി വരുന്നതും വ്യാഴാഴ്ചയാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് കൂട്ടുകാർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ എഴുതി ചേർക്കുക അല്ലേ, 5 എണ്ണം അല്ലേ. 2022 സെപ്റ്റംബർ മാസത്തിലെ ശനിയാഴ്ചകളുടെ എണ്ണവും എഴുതുക. അപ്പോൾ അതും കൂട്ടുകാർക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, അതുപോലെ ചെയ്ത് എഴുതുക. ഇനി അടുത്തത്, ഇത് ഒരു കലണ്ടറിന്റെ ഭാഗമാണ്, ഇതിലെ വിട്ടുപോയ കളങ്ങളിലെ തീയതികൾ എഴുതുക. അപ്പോൾ 13 തൊട്ടടുത്തുള്ളത് ഏതാണ്? 12 ആണല്ലേ. 12, 13, 13 താഴെയുള്ളത് 7 ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. അപ്പോൾ 20, 21 അങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് കലണ്ടറിലെ തീയതികൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി പ്രവർത്തനം 5 സൈക്കിൾ സവാരിയാണ്. ജോണി, നജീബ്, ആതിര എന്നിവർ സ്കൂൾ യാത്രക്കായി സൈക്കിൾ വാങ്ങി. അവർ നൽകിയ കറൻസികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും സൈക്കിളിന് നൽകിയ വില കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോണി 1 രൂപ എത്ര എണ്ണം കൊടുത്തു, 5 രൂപ എത്ര എണ്ണം കൊടുത്തു, അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടികയിലുള്ള എല്ലാ കറൻസികളും ഓരോന്ന് വീതം എടുത്താൽ ആകെ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2000-ന്റെ ഒരു കറൻസി എടുത്തു, 500-ന്റെ ഒരെണ്ണം എടുത്തു, 500 രൂപ, 100 രൂപ, അങ്ങനെ നോക്കുമ്പോൾ എത്രയാവും? 2661 രൂപയാവും. ഓക്കെ, 2661 രൂപ കൂട്ടുകാർക്ക് കൂട്ടി നോക്കുമ്പോൾ കിട്ടും. ഇനി 101-നെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏത്? ഉത്തരം ശരി, ടിക്ക് ഇടാനാണ്. റോമൻ ലെറ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ് 101-നെ സൂചിപ്പിക്കുന്നത് എങ്കിൽ അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി പ്രവർത്തനം 6 കടയിലേക്ക്. ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളുടെ ആകെ വില കണ്ടെത്തുക. ഇവിടെ ഒരാൾ പറയുന്നുണ്ട് എനിക്കൊരു വാച്ചും ഒരു മൊബൈലും മതി. അപ്പോൾ ആകെ വില എത്രയാണെന്ന് കണ്ടെത്തണം. ഇവിടെ വാച്ചിന് എത്ര രൂപയാണ്? 850 രൂപയാണ്. മൊബൈലിനാണെങ്കിൽ 5450 രൂപയാണ്. അപ്പോൾ 5450 + 850 ചെയ്തു നോക്കണം. അതുപോലെ ഒരാൾ പറയുന്നത് എനിക്കൊരു മൊബൈലും ഒരു ടോർച്ചും വേണമെന്ന് പറയുന്നുണ്ട്. മൊബൈലിന് 5450, ടോർച്ചിന് 340 അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരവും നോക്കണം. ഇനി അവസാനം പറയുന്നത് എനിക്കൊരു ക്ലോക്കും ഒരു എമർജൻസി ലാബും ഒരു മിക്സിയുമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 3-ൻ്റെയും വില എഴുതുക, എന്നിട്ട് കൂട്ടി നോക്കുക. ഇനി റോസ്മേരിക്ക് 2000 രൂപക്ക് വാങ്ങിക്കാവുന്ന 2 ജോഡി സാധനങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വാങ്ങിക്കാം റോസ്മേരിക്ക് 2000-ന്? ടോർച്ച് വാങ്ങിക്കാം അല്ലേ. അതുപോലെ തന്നെ 1000 ക്ലോക്ക് വാങ്ങിക്കാം, വാച്ച് അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. എമർജൻസി ലാബ് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം 2100 മിക്സി വാങ്ങിക്കാൻ പറ്റില്ല, മൊബൈൽ വാങ്ങിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, കൂട്ടാനും കുറക്കാനും മാത്രം പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.